എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് നുറുക്കി വെച്ചിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇത് ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പോളം വരുന്ന ഗോതമ്പ് നുറുക്ക് 4 മണിക്കൂർ ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മുടെ ആ ഒരു ഗോതമ്പ് നുറുക്കിലെ ആ ഒരു പച്ച കുത്തലും ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് അതിന്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇതേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗോതമ്പ് നുറുക്കും നമുക്ക് ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പോളം വരുന്ന സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ചത്, സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മഷി പരുവത്തിൽ, അതായത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഈ ഒരു ഗോതമ്പ് നുറുക്ക് ആദ്യം ഒന്ന് അരച്ചിട്ടെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് നുറുക്കിന്റെ ഈ ഒരു മിക്സ് നമുക്ക് അരിപ്പയിൽ കൂടി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഗോതമ്പ് നുറുക്കിൽ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ പിണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു അരിപ്പയിൽ കൂടി ആദ്യം ഈ ഒരു ഗോതമ്പ് നുറുക്കിന്റെ പേസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഗോതമ്പ് നുറുക്കിന്റെ പാല് മാത്രമേ ആവശ്യമുള്ളൂ, ഈ ഒരു പിണ്ടി ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ ആദ്യം 2 തവണ നമുക്ക് അരിപ്പയിൽ കൂടി ഈ ഒരു ഗോതമ്പ് നുറുക്കിന്റെ പാല് ഇതുപോലെ അങ്ങോട്ട് അരിച്ചിട്ടെടുക്കാം. അപ്പൊ ഇതുപോലെ ഗോതമ്പ് നുറുക്കിന്റെ പാല് ഞാൻ 2 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 തവണയൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോതമ്പ് നുറുക്കിൽ വരുന്ന വേസ്റ്റ് ഒട്ടും തന്നെ ഇതിലുണ്ടാവില്ല കേട്ടോ. ഇത്രയും നേരിയതായിട്ടുള്ള പാലാണ് നമുക്ക് ആവശ്യം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് പിണ്ടി നമുക്ക് എത്രത്തോളം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 കപ്പോളം വരുന്ന പശുവിൻ പാലാണ്. അതേപോലെ ഈ ഒരു പുഡിങ്ങിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് എടുക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം വരുന്ന കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ ഞാൻ ഇട്ട് എടുക്കുന്നത്. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇതിൽ ഈ ഒരു ഗോതമ്പ് നുറുക്കിന്റെ മിക്സിലോട്ട് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റാർഡ് പൗഡർ 3/4 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒരു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാനിലാണോ ഗോതമ്പ് നുറുക്കിന്റെ ഈ ഒരു മിക്സ് കുടുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു പാനിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഗോതമ്പ് നുറുക്കിന്റെ പാലും പഞ്ചസാരയും ഒക്കെയുള്ള ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കുറുകി പോവുകയും ചെയ്യും. എന്നാൽ ആ ഒരു ഗോതമ്പ് നുറുക്കിന്റെ പച്ച ചുവ, ആ ഒരു പച്ച ടേസ്റ്റ് ഒട്ടും തന്നെ മാറി കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഗോതമ്പ് നുറുക്കിന്റെ ഈ ഒരു മിക്സ് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗോതമ്പ് നുറുക്കിന്റെ ഈ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കട്ടകളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് പൗഡറിന്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കാം. എങ്കിലേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റർഡ് പൗഡറിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ചൂട് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ആ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം വരുന്ന നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വിപ്പിംഗ് ക്രീമിന് പകരം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതൊരു കറക്റ്റ് 1/2 കപ്പോളം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിന്റെ കൂടെ നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ലൊരു കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒരു 1/4 കഷ്ണോളം വരുന്ന ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് കൂടിപ്പോകണ്ട. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ബീട്രൂട്ടിന്റെ ടേസ്റ്റ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് മുന്നിട്ട് അങ്ങോട്ട് നിൽക്കും കേട്ടോ. അപ്പൊ ഒരു 1/4 കഷ്ണം മാത്രം മതി. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം വരുന്ന മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടയായിട്ട് താഴോട്ട് വീഴണം. അതാണ് പുഡിങ്ങിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുഡിങ് വേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ടി കഴിക്കാം കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. ഇനി ഇതൊന്നും കൂടി റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമി ഇതിന്റെ മുകളിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പുഡിംഗ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നറിയിക്കാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.